വാർത്തകൾ വിശദമായി. മഴ കനത്തു. ചക്കിപ്പെണ്ണിന് വേണം കുത്തിയൊലിച്ച് മഴവെള്ളം വരാത്തൊരു വീട്. ഏങ്ങണ്ടിയൂർ ഏത്തായി കോളനിയിൽ താമസിക്കുന്ന പരേതനായ ചക്കാണ്ടൻ വേലായുധൻ ഭാര്യ ചക്കിപ്പെണ്ണിന്റെ സ്വപ്നങ്ങളും കടപ്പാടുകളും ഉറങ്ങുന്ന ഓടുമേഞ്ഞ കൊച്ചുകൂര ഇന്ന് തിമിർത്തു പെയ്യുന്ന മഴവെള്ളം കൊണ്ട് മൂടപ്പെടുകയാണ്. കുറെ പണിയൊക്കെ ചെയ്തു മക്കളെ. ഞാൻ കെട്ടിച്ചു മഴ പെയ്ത് പുരയിൽ വെള്ളം നിറയുമ്പോൾ ഇഷ്ടദൈവങ്ങളെ മാറോട് ചേർത്ത് മഴ കുറയണമേ എന്ന് പ്രാർത്ഥിക്കാനേ ചക്കിപ്പെണ്ണിനാകുന്നുള്ളൂ. രണ്ടാൺമക്കളും ഒരു മകളുമുള്ള ചക്കിപ്പെണ്ണ് ഈ വീട്ടിൽ തന്നെ താമസിക്കണമെന്ന ശാഠ്യത്തെ തുടർന്നാണ് ഇവിടെ ഒറ്റയ്ക്ക് കഴിയുന്നത്. മേൽക്കൂര പകുതി തകർന്നതുമൂലം പേടിച്ചാണ് വൃദ്ധ വീട്ടിൽ കഴിയുന്നത്. നാട്ടുകാരും ഇടയ്ക്കെത്തുന്ന മക്കളും ഒറ്റയ്ക്ക് താമസിക്കുന്ന വൃദ്ധയ്ക്ക് ഇടയ്ക്ക് തുണയാകുന്നുണ്ട്. എടത്തിരുത്തി ഉപ്പുംതുരുത്തി കടവിൽ ഈ മാസം 20 മുതൽ കടത്തുവള്ളം ഇറങ്ങും. കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ തോണിക്കാരന്റെ കൂലി തർക്കത്തിന്റെ ഭാഗമായി കടത്തു നിലച്ച കടവിൽ വൃദ്ധജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും പരിഭവങ്ങളും പരാതികളും ഓർക്കിഡ് വാർത്ത പ്രേക്ഷകരിൽ എത്തിച്ചിരുന്നു. ഇതേ തുടർന്ന് കടത്തുകാരനുമായി പഞ്ചായത്ത് നടത്തിയ ചർച്ചയിലാണ് തീരുമാനം ഉണ്ടായത്. ഇതിന്റെ ഭാഗമായി 5-6 വാർഡുകളിലെ ജനങ്ങളുടെ യോഗം പാപ്പ് മാസ്റ്റർ സ്കൂളിൽ ചൊവ്വാഴ്ച 5 മണിക്ക് ചേർന്നു. അപ്പോൾ അത് അഗ്രിമെന്റ് ക്യാൻസൽ ചെയ്യുന്നതിന് വേറെ നടപടിക്രമമുണ്ട്. പക്ഷേ സൂര്യചേട്ടൻ വച്ചിട്ടുള്ള ഡിമാൻഡ് 11,000 അത് ഒരു വശത്ത് നിലനിൽക്കുന്നു. മാത്രമല്ല ഗവൺമെന്റിന്റെ ഒരു പുതിയ തീരുമാനം കളക്ടർ ഉത്തരവായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ വന്ന് കിടക്കുന്നുണ്ട്. കനാൽ അതോറിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ കടത്ത് അനുവദനീയമാകുള്ളൂ. അതിന് ജീവൻ സുരക്ഷാ മാർഗങ്ങൾ അവലംബിക്കേണ്ടതുണ്ട്. അതിന് കടത്തിനാവശ്യമായിട്ടുള്ള യാത്രക്കാർക്ക് ജാക്കറ്റ്, ജീവൻ സുരക്ഷാ മാർഗങ്ങൾ, ഫിസിക്കലി മെച്ചുവേർഡായിട്ടുള്ള കടത്തുകാരൻ, 2 ടണ്ണിൽ കൂടുതൽ ഭാരം കൊണ്ടുപോകാൻ കഴിയുന്ന കടത്തുവഞ്ചി. യോഗ തീരുമാനപ്രകാരം രാവിലെ 9 മണി മുതൽ 5 മണി വരെയായി സമയക്രമം ക്രമീകരിച്ചു. പ്രദേശവാസികളും പഞ്ചായത്തും തോണിക്കാരന് കൂലി അല്പം മെച്ചപ്പെടുത്തി കൊടുക്കാനും ധാരണയായി. ധാരണപ്രകാരം 2014 മാർച്ച് വരെ തോണിയിറക്കാൻ തോണിക്കാരനായ സൂര്യൻ സമ്മതിച്ചു. ഇതോടെ ജനങ്ങളുടെ ആശങ്കയ്ക്ക് വിരാമമായി. ജനപ്രതിനിധികളും നാട്ടുകാരും യോഗത്തിൽ സംബന്ധിച്ചു. കുടുംബശ്രീകളുടെ കുറി പലിശ ഇടപാടുകൾക്കെതിരെ നടപടിയുമായി നാട്ടിക ഗ്രാമപഞ്ചായത്ത്. മേഖലകളിൽ സ്ത്രീകൾ നടത്തുന്ന പലിശക്കുറി ഇടപാടുകളിൽ പലതും തട്ടിപ്പിന്റെ വക്കത്ത് എത്തി നിൽക്കവെയാണ് പഞ്ചായത്ത് മുൻകൈയെടുത്ത് കുറി പലിശ പരിപാടികൾ നിർത്തലാക്കുന്നത്. ഇതിന്റെ ഭാഗമായി CDS, ADS ഭാരവാഹികളുടെ യോഗം പഞ്ചായത്ത് ഹാളിൽ വിളിച്ചു ചേർത്തു. കാര്യങ്ങൾ വിശദീകരിച്ചു. പലിശക്കുറി ഇടപാടുകാർ കുടുംബശ്രീയിൽ അനുവദിക്കില്ലെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ പറഞ്ഞു. കുടുംബശ്രീ അയൽക്കൂട്ടം യൂണിറ്റുകളിൽ പണം പലിശക്ക് കൊടുക്കുന്ന പരിപാടിയും അതുപോലെ തന്നെ ചിട്ടി നടത്തുന്ന സമ്പ്രദായവുമൊക്കെ വർദ്ധിച്ചു വരുന്നതായി നാട്ടിക പഞ്ചായത്ത് ഭരണസമിതിയുടെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. സമീപകാലത്തുണ്ടായ ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം കാര്യങ്ങളിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ ശ്രദ്ധ ചെന്നെത്തിയത്. അങ്ങനെ ആ വിഷയം ഒരു സാമൂഹ്യ വിഷയമായി ഉയർന്നു വന്നപ്പോൾ പഞ്ചായത്ത് ഇടപെടാൻ തീരുമാനിക്കുകയും അങ്ങനെ കുടുംബശ്രീ ADSന്റെയും CDSന്റെയും ഭാരവാഹികളെ വിളിച്ചു ചേർത്ത് നമ്മുടെ പഞ്ചായത്തിലെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിൽ നടക്കുന്ന ഇത്തരം പരിപാടികൾ അത് നിർബന്ധമായും നിർത്തിവെക്കണം, ഇനി തുടരാൻ അനുവദിക്കില്ല എന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം അറിയിക്കുകയും ഈ മുന്നറിയിപ്പെല്ലാം മറികടന്ന് വീണ്ടും ഇത്തരത്തിലുള്ള പ്രവണതകൾ തുടരാൻ ആഗ്രഹിക്കുന്നവരെ അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്നും അവർക്ക് നിയമം അനുശാസിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കും എന്നുള്ളതാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം. അതേ തുടർന്ന് ഇത്തരത്തിൽ മീറ്റിംഗ് വിളിക്കുകയും ഇനി വാർഡ് തലത്തിൽ എല്ലാ കുടുംബശ്രീ അയൽക്കൂട്ടം അംഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ബോധവൽക്കരണ പരിപാടി കൂടി സംഘടിപ്പിച്ച്
കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ ലക്ഷ്യം വെച്ച യഥാർത്ഥ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രവർത്തനങ്ങൾക്ക്, സംരംഭം തുടങ്ങുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിക്കൊണ്ട് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന തരത്തിലേക്കുള്ള പ്രവർത്തന പരിപാടികളാണ് നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ചങ്ങാതിക്കുറിയിൽ നിന്നും കുടുംബശ്രീയിൽ നിന്നും കുറി വിളിച്ചു പോയവരെ കണ്ടെത്തി പണം തിരിച്ചടയ്ക്കാനുള്ള നടപടി ആരംഭിക്കും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിജി നിതിൻ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് ശ്രീദേവി ഷൺമുഖൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MV വിമൽകുമാർ, അംഗങ്ങളായ C ശങ്കരനാരായണൻ, KP സുഗദാസ്, ശ്രീദേവി മാധവൻ, തങ്കമണി ത്രിവിക്രമൻ, സുമതി അരവിന്ദാക്ഷൻ, സെക്രട്ടറി PK ബാബു, CDS ചെയർപേഴ്സൺ ER ഉൽപ്പലാക്ഷി എന്നിവർ സംസാരിച്ചു. പോലീസുകാരനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച യുവാവിനെ കോടതി റിമാൻഡ് ചെയ്തു. തളിക്കുളം കൈതക്കൽ പുതിയ വീട്ടിൽ ഫൈസലിനെയാണ് കോടതി റിമാൻഡ് ചെയ്തത്. നാട്ടിക 12-കല്ല് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഇയാളുടെ ഭാര്യ വീട്ടിൽ ബഹളം വയ്ക്കുകയായിരുന്ന യുവാവിനെ കുറിച്ച് വീട്ടുകാർ വലപ്പാട് പോലീസിന് ഫോണിൽ പരാതി പറഞ്ഞു. വിവരമറിഞ്ഞെത്തിയ സിവിൽ പോലീസ് ഓഫീസർ ബിനു ആന്റണിയെ യുവാവ് തലകൊണ്ടടിക്കുകയും യൂണിഫോം വലിച്ചു കീറുകയും ചെയ്തു. തലകൊണ്ട് മുഖത്തുള്ള അടിയിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ നാവും മുറിഞ്ഞിരുന്നു. ഇതിനെ തുടർന്ന് സ്റ്റേഷനിൽ നിന്ന് കൂടുതൽ പോലീസ് എത്തിയാണ് ഇയാളെ പിടികൂടിയത്. ഭാര്യ വീട്ടിലെ വീട്ടുപകരണങ്ങൾ നശിപ്പിക്കുകയും കുടുംബാംഗങ്ങളെ മർദ്ദിക്കുകയും ചെയ്തിരുന്നു. കൊടുങ്ങല്ലൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ഫൈസലിനെ ജൂലൈ 1 വരെ റിമാൻഡ് ചെയ്തു. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഊർജ്ജസ്വലതയ്ക്കും പോഷകാഹാരക്കുറവിനും ആരോഗ്യവകുപ്പ് നൽകിയ ഗുളിക കഴിച്ച് പലർക്കും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. അന്തിക്കാട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ഉച്ചയോടെ ഗുളിക കഴിച്ചതിനെ തുടർന്ന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് രക്ഷിതാക്കളുടെ അനുമതി പത്രം വാങ്ങി കഴിക്കാൻ ഗുളിക നൽകിയത്. 500ഓളം കുട്ടികൾ ഗുളിക കഴിച്ചതിൽ 14 പേർക്കാണ് ഛർദിയും തലചുറ്റും അനുഭവപ്പെട്ടത്. ഇവരെ അന്തിക്കാട് ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ പനിയുടെ ലക്ഷണങ്ങളോ മറ്റോ ഉള്ള കുട്ടികൾക്കാണ് അസ്വസ്ഥത ഉണ്ടാകുന്നതെന്നും പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന മുരിങ്ങയില കഴിക്കുമ്പോഴുണ്ടാകുന്ന പോലുള്ള അസ്വസ്ഥതയാണ് ഉണ്ടായതെന്നും ഭയപ്പെടാനില്ലെന്നും ആശുപത്രിയിലെ പ്രധാന ഡോക്ടർ സെബാസ്റ്റ്യൻ പറഞ്ഞു. കൂമ്പ് ചീയൽ ബാധിച്ച് 2 തവണ വെട്ടിക്കളഞ്ഞ വാഴയിൽ നിന്ന് 9 പടലയിൽ കുല വന്നത് കൗതുകമായി. അന്തിക്കാട് പഞ്ചായത്ത് പടിയം ആല ജംഗ്ഷൻ പള്ളിയിൽ കല്യാണിക്കുട്ടിയുടെ വീട്ടുവളപ്പിലെ കൂമ്പ് ചീയൽ ബാധിച്ച വാഴയാണ് കുലച്ചത്. 1 തവണ വെട്ടിയിട്ടും പിന്നീട് ചീയൽ ബാധ കണ്ട് 1 മീറ്റർ അടിയിലേക്ക് വീണ്ടും വെട്ടിയിരുന്നു. തുടർന്ന് വെള്ളം കയറാതിരിക്കാൻ പ്ലാസ്റ്റിക് കവർ കെട്ടിയിരുന്നു. എന്നാൽ കവറിനുള്ളിലൂടെയാണ് കുല വന്നത്. കുല കാണാൻ നിരവധി പേർ കല്യാണിക്കുട്ടിയുടെ വീട്ടിൽ എത്തുന്നുണ്ട്. ഇടവേള. ഹലോ അങ്കിൾ, രാവിലെ മഞ്ഞും തണുപ്പും കൊണ്ടുള്ള ഈ ഓട്ടം ഇതുവരെ നിർത്താറായില്ലേ? ഒന്നും പറയണ്ട, അല്ലാതെ ഞാൻ എന്തോന്ന് ചെയ്യാനാ? വീട്ടിലിരുന്നോണ്ട് തന്നെ എക്സസൈസ് ചെയ്യാനുള്ള സൗകര്യമുള്ളപ്പോ എന്തിനാ അങ്കിളെ ഈ ബുദ്ധിമുട്ടുന്നേ? മേക്കാട്ടുകുളം ഹെൽത്ത് കെയർ ട്രേഡേഴ്സ്, തെക്കേ പമ്പിന് തെക്കുവശം, തൃപ്രയാർ. ജീവിതാസ്വാദനം ആരോഗ്യ പരിപാലനത്തിലൂടെ. ഫീൽ ഫിറ്റ്, ഫീൽ ഗുഡ്. മാക്സ് ഫിറ്റ്നസ്, ഓതറൈസ്ഡ് ഡീലർ ഓഫ് മാക്സ് ഫിറ്റ്നസ്, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. ട്രെഡ്മിൽ, ഓർബിട്രാക്ക്, AB ലോഞ്ച്, AB കിങ് തുടങ്ങിയവ ന്യായവിലയ്ക്ക് ഇപ്പോൾ നിങ്ങളുടെ വീട്ടുവാതിക്കൽ ലഭിക്കുന്നു. ഇറക്കുമതി ചെയ്യപ്പെട്ട അത്യാധുനിക വ്യായാമ ഉപകരണങ്ങളുടെ ഒരു ശ്രേണി ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മേക്കാട്ടുകുളം ഹെൽത്ത് കെയർ ട്രേഡേഴ്സ്, തൃപ്രയാർ. ഫോൺ 0487239347. മൊബൈൽ 9656003547. എല്ലോന ഗാർഡൻ, പഴുവിൽ വെസ്റ്റ് ആൻഡ് തൃശൂർ. ഗാർഡൻ സെറ്റിംഗ്, ഗാർഡൻ സർവീസിംഗ്, ഇന്റർലോക്ക്, ടൈൽ സപ്ലയേഴ്സ്. എല്ലോന ഗാർഡൻസ്, പഴുവിൽ വെസ്റ്റ് ആൻഡ് തൃശൂർ. നിങ്ങളുടെ വീട്ടുമുറ്റങ്ങൾക്ക് മനോഹാരിതയുടെ വർണ്ണശോഭ ഇനി എല്ലോന ഗാർഡനിലൂടെ. പച്ച പുതച്ച പുൽത്തകിടികളിൽ വർണ്ണ വസന്തം വിരിയിക്കുന്ന പൂക്കളാൽ സമ്പന്നമായ വീട്ടുമുറ്റം ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കി നൽകുന്നു. എല്ലോന ഗാർഡൻസ്, പഴുവിൽ വെസ്റ്റ് ആൻഡ് തൃശൂർ. വ്യത്യസ്തവും നൂതനവും ആധുനിക രീതിയിലുള്ളതുമായ മോൾഡുകളിൽ തയ്യാറാക്കിയ ഈടുറ്റ ഇന്റർലോക്ക് ടൈൽസ്. വീടിന്റെ ഭംഗി ഇനി തൊടിയിലും വിടരട്ടെ. ഇന്ന് തന്നെ ബന്ധപ്പെടുക. എല്ലോന ഗാർഡൻസ്, പഴുവിൽ വെസ്റ്റ് ആൻഡ് തൃശൂർ. എല്ലോന ഗാർഡൻസ്, തെക്കേമഠം ബിൽഡിംഗ്, തെക്കേമഠം റോഡ്, തൃശൂർ. ഫോൺ
9495041227. എല്ലോന ഗാർഡൻ പഴുവിൽ വെസ്റ്റ് ആൻഡ് തൃശൂർ 0487 227 3722. എല്ലോന ഗാർഡൻ പഴുവിൽ വെസ്റ്റ് ആൻഡ് തൃശൂർ. മനസ്സിനിണങ്ങിയ ഹൗസ് പ്ലോട്ടുകൾ ഇനി പെരുമേട് നാട്ടിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. തൃശൂർ തൃപ്രയാർ ആലപ്പാട് റോഡിൽ പെരിങ്ങോട്ടുകര ശ്രീ ബോധാനന്ദ വായനശാലയ്ക്ക് സമീപം പ്രധാന റോഡിന് അഭിമുഖമായി 7 മുതൽ 10 സെന്റ് വരെയുള്ള ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്ക്. ഗ്രാമീണ സൗന്ദര്യത്തിന്റെ മിഴിവിൽ കായ്ഫലം തരുന്ന കേരവൃക്ഷങ്ങളുടെ പച്ചപുതച്ച തണലിൽ ജലലഭ്യതയാൽ സമ്പന്നമായ ഹൗസ് പ്ലോട്ടുകൾ സ്വന്തമാക്കാൻ സുവർണ അവസരം. കാത്തിരിപ്പില്ലാതെ കൈകളിൽ വന്നു ചേർന്ന വാസയോഗ്യമായ ഹൗസ് പ്ലോട്ടുകൾക്ക് ഇന്ന് തന്നെ വിളിക്കുക. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ളവർക്ക് രാവിലത്തെ പ്രഭാത സവാരി മുതൽ നീന്തൽ വരെയുള്ള വ്യായാമ മുറകൾക്ക് പ്രത്യേക സംവിധാനങ്ങൾ. തൃശൂരിലേക്കും തൃപ്രയാറിലേക്കും കാഞ്ഞാണിയിലേക്കും ഹൗസ് പ്ലോട്ടിന് മുന്നിലൂടെ ഏത് സമയത്തും ബസ് സർവീസ്. 2 കിലോമീറ്ററിനുള്ളിൽ ആലപ്പാട് ഗവൺമെന്റ് ആശുപത്രി, പഴുവിൽ പുത്തൻപീടിക മിഷ്യൻ ആശുപത്രികൾ. 1 കിലോമീറ്ററിനുള്ളിൽ വില്ലേജ് ഓഫീസ്, പോസ്റ്റ് ഓഫീസ്, ബാങ്ക്, KICB, കൃഷി ഓഫീസ്, BSNL ഓഫീസ്. 1/2 കിലോമീറ്ററിനും 1.5 കിലോമീറ്ററിനുമുള്ളിൽ ഗവൺമെന്റ് സ്കൂളുകളും CBSE സ്കൂളുകളും. ഹിന്ദു സമൂഹത്തിന് ആരാധനയ്ക്കായി 1/2 കിലോമീറ്ററിനും 1 കിലോമീറ്ററിനുമിടയിൽ പെരുങ്ങോട്ടുകര ശ്രീ സോമശേഖര ക്ഷേത്രവും ചാളൂർ ഭഗവതി ക്ഷേത്രവും ആവണങ്ങാട്ട് കാനാടി മഠങ്ങളും കൂടാതെ പ്രസിദ്ധമായ തൃപ്രയാർ ക്ഷേത്രത്തിലേക്ക് കേവലം 5 കിലോമീറ്റർ മാത്രം. ക്രിസ്തീയ സമൂഹത്തിന് ആരാധനയ്ക്കായി 1 കിലോമീറ്ററിനും 2 കിലോമീറ്ററിനുമുള്ളിൽ പഴുവിൽ ചെമ്മാപ്പള്ളി പുത്തൻപീടിക പള്ളികൾ. മുസ്ലിം സഹോദരങ്ങൾക്കായി 1/2 കിലോമീറ്ററിനും 1.5 കിലോമീറ്ററിനുമിടയിൽ ചാഴൂർ, താന്യം, പെരുങ്ങോട്ടുകര ജുമാ മസ്ജിദുകൾ. നമ്മൾ തേടി നടന്നതും ആഗ്രഹിച്ചതുമായ ഹൗസ് പ്ലോട്ടുകൾ സ്വന്തമാക്കാൻ ഇനിയും കാത്തിരിക്കണോ? ഇന്നു തന്നെ വിളിക്കുക. സ്വപ്ന സൗധങ്ങൾ ഇനി ഈ പുണ്യഭൂമിയിൽ ഉയരട്ടെ. ബന്ധപ്പെടേണ്ട നമ്പർ 9447 670 466, 9447 745670, 9447 032716, 9446 724056. ഗ്രീൻ വാലി, ചാഴൂർ. റൂറൽ IT ഡെവലപ്മെന്റ് പദ്ധതിയുടെ ഭാഗമായി തൃശൂർ ജില്ലയിലെ തെരഞ്ഞെടുത്ത PSC കേരള സർക്കാർ അംഗീകൃത സീഡിഡ് സെന്ററായ വലപ്പാട് ITDCയിൽ കമ്പ്യൂട്ടർ പഠനത്തോടൊപ്പം ഇനി സമ്മാനമഴയും. കമ്പ്യൂട്ടർ കോഴ്സുകളിൽ ചേരുന്ന എല്ലാവർക്കും ജോബ് പ്ലേസ്മെന്റിനൊപ്പം ഉറപ്പുള്ള സമ്മാനങ്ങളും. കൂടാതെ ഡെസ്ക്ടോപ്പ്, ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, സൈക്കിൾ തുടങ്ങി നിരവധി സമ്മാനങ്ങളും ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നു. വെക്കേഷൻ കോഴ്സുകൾക്കും ഈ പദ്ധതി ബാധകമാണ്. നിങ്ങളുടെ സീറ്റുകൾ ഇന്നു തന്നെ ഉറപ്പാക്കൂ. ITDC കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, പോസ്റ്റ് ഓഫീസിന് മുകളിൽ, വലപ്പാട്. വാർത്തകൾ തുടരുന്നു. പെരിഞ്ഞനം ആറാട്ടുകടവിൽ തിരമാലയിൽപ്പെട്ട് മത്സ്യബന്ധന വള്ളം തകർന്നു. 3 മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്ക്. പെരിഞ്ഞനം സ്വദേശി KB ദാസന്റെ ഉടമസ്ഥതയിലുള്ള മാടപ്രാവ് എന്ന വള്ളമാണ് തകർന്നത്. ചൊവ്വാഴ്ച രാവിലെ 3 പേരുമായി മത്സ്യബന്ധനത്തിന് പുറപ്പെട്ട വള്ളം 100 മീറ്റർ അകലെ എത്തുമ്പോഴേക്കും ശക്തമായ തിരമാലയിൽ പെടുകയായിരുന്നു. തുടർന്ന് കടൽഭിത്തിയിൽ വന്നിടിച്ച വള്ളവും എഞ്ചിനും പൂർണ്ണമായി തകർന്നു. ഇതേ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്കേറ്റു. പെരിഞ്ഞനം സ്വദേശികളായ തെക്കിനിയടത്ത് മുരളി, രാമത്ത് കൃഷ്ണൻ, അരവീട്ടിൽ അരവിന്ദൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവർ പെരിഞ്ഞനം കുറ്റിലക്കടവ് ആശുപത്രിയിൽ ചികിത്സ തേടി. ഏകദേശം 5 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി ഉടമ KB ദാസൻ പറഞ്ഞു. അത് കടലിനപ്പുറത്ത് പോയതാണ്, കരക്കപ്പുറത്ത് പോയതാണ് അല്ലേ? പുറംകടലിൽ പിടിച്ചിട്ടാണ്. എന്നിട്ട് അവിടെ നിന്ന് പിന്നെ എങ്ങനെ ആൾക്കാരൊക്കെ
അപ്പൊ ഈ അപകടം പറ്റിയവർക്ക് എന്താണ് കൂടുതൽ വല്ല സീരിയസ് ആയിട്ടുള്ള അപകടമുണ്ടോ? എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിലെ ഡ്രൈ ഡേ ആചരണത്തിന്റെ രണ്ടാം ഘട്ടമായി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും മഴക്കാല രോഗനിവാരണ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ചന്ദ്രാപിനി ഈസ്റ്റ് TMM-UP സ്കൂളിൽ നടന്ന ബോധവൽക്കരണ ക്ലാസ് ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS ഷാഫി ഉദ്ഘാടനം ചെയ്തു. കേരളം നിൽക്കുന്നത് ആ സാഹചര്യത്തിലാണ് നമ്മുടെ പ്രദേശത്ത് ഉൾപ്പെടെ ഈ രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഇത്തരത്തിലുള്ള ചെറുതും വലുതുമായ യോഗങ്ങളും കൂട്ടായ്മകളും നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായിരുന്നാലും നമ്മുടെ ഈ അഞ്ചാംവാർഡിനകത്ത് ജമാൽ പറഞ്ഞതുപോലെ ഈ രോഗപ്രതിരോധ പ്രവർത്തന നടപടികൾ തൃപ്തികരമായി നടക്കുന്നു എന്ന കാര്യം വളരെ സന്തോഷത്തോടുകൂടി നിങ്ങളുടെ മുമ്പാകെ അറിയിക്കാൻ ഗ്രാമപഞ്ചായത്തിന്റെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ എനിക്ക് അഭിമാനമുണ്ട്. തീർച്ചയായും ജമാൽ പറഞ്ഞ ഒരു കാര്യം, നമ്മുടെ MLA വിളിച്ചു ചേർത്ത മീറ്റിംഗിന് ശേഷം നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ ബഹുഭൂരിപക്ഷം വാർഡുകളിലും നമ്മുടെ പഞ്ചായത്തിന്റെ സബ് സെന്റർ സ്ഥലങ്ങളിലുമുള്ള ഇത്തരത്തിലുള്ള കാര്യക്ഷമമായ യോഗങ്ങൾ ചേരുകയും ആ യോഗങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡ്രൈഡേ ദിനാചരണങ്ങളും അതിനോടൊപ്പം തന്നെ ഈ മഴക്കാല പൂർവ്വ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളും. വാർഡ് മെമ്പർ AK ജമാൽ അധ്യക്ഷത വഹിച്ചു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രസാദ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. പ്രധാനാധ്യാപിക ബീന ടീച്ചർ, സാജിദ അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. പുത്തൻ ഷോപ്പിംഗ് അനുഭവങ്ങൾ ഒരുക്കി ചന്ദ്രാപിനിയിൽ ഡ്രീം ടവർ പ്രവർത്തനം ആരംഭിച്ചു. ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് നടന്ന പ്രവർത്തനോദ്ഘാടനം എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് AV സതീശൻ നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രത്നചന്ദ്രൻ അധ്യക്ഷയായി. SN ട്രസ്റ്റ് ജില്ലാ പ്രസിഡന്റ് TP ഉണ്ണികൃഷ്ണൻ, NSS ചന്ദ്രാപിനി കരയോഗം പ്രസിഡന്റ് NR സന്തോഷ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് PK ശിവരാമൻ എന്നിവർ സംബന്ധിച്ചു. വിജയ ബാങ്കിന്റെ 1370ാമത് ശാഖ ചന്ദ്രാപിനി ഡ്രീം ടവറിൽ പ്രവർത്തനം ആരംഭിച്ചു. ചൊവ്വാഴ്ച രാവിലെ 10:30 നടന്ന പരിപാടിയിൽ ബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ KR ഷേണായി പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. Edutirthi Bank, as already told by Maya, is Kerala's 91st branch and bank's 1370th branch. In Kerala, totally we have total business of 3,736 crores, consisting of deposits of 2,061 crores, advances of 1,675 crores, with a CD ratio of 81%. These business figures are testimony for the trust and support of our customers. The bank has reciprocated. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സതീശൻ ATM ഉദ്ഘാടനം ചെയ്തു. ബാങ്കിന്റെ കൊച്ചി റീജിയണൽ 41ാമത് ശാഖയാണ് ATM, മൊബൈൽ ബാങ്കിംഗ് തുടങ്ങിയ ആധുനിക സൗകര്യങ്ങളോടെ പ്രവർത്തനം ആരംഭിച്ചത്. കൊച്ചി റീജിയണൽ അസിസ്റ്റന്റ് ജനറൽ മാനേജർ MC മായ, ബ്രാഞ്ച് മാനേജർ MN ഗോപി തുടങ്ങിയവർ സംസാരിച്ചു. ഒരു ഇടവേള കൂടി. നീലങ്കാവിൽ ഏജൻസീസ് പെയിന്റ് പ്ലാസ, നാലുംകൂടിയ സെന്ററിന് വടക്കുവശം, പെരിങ്ങോട്ടുകര. 2013 ഏപ്രിൽ 9 മുതൽ പെരിങ്ങോട്ടുകര നാലുംകൂടിയ സെന്ററിന് വടക്കുഭാഗത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സ്വപ്ന സൗധങ്ങൾക്ക് ഞങ്ങൾ നിറം ചാർത്തുന്നു. പ്രമുഖ പെയിന്റ് നിർമ്മാണ കമ്പനികളായ ഏഷ്യൻ പെയിന്റ്സ്, നെരോലാക്, ഡ്യൂലാക്സ്, ഷാലിമാർ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ പെയിന്റ് ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടുകൂടി നൽകുന്നു. കൂടാതെ ബ്രഷ്, പോളിഷ്, വൈറ്റ് സിമെന്റ് തുടങ്ങിയ പെയിന്റിംഗ് സാധന സാമഗ്രികളുടെ വിപുലമായ ശേഖരവും. സന്ദർശിക്കുക. നീലങ്കാവിൽ ഏജൻസീസ്, പെയിന്റ് പ്ലാസ, നാലുംകൂടിയ സെന്ററിന് വടക്കുവശം, പെരിങ്ങോട്ടുകര. മനസ്സിന്റെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ ഇഷ്ടപ്പെട്ട കമ്പനികളുടെ അതിവിപുല ശേഖരങ്ങളുമായി ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. ഹൃദയത്തെ തൊട്ടുണർത്തുന്ന മഴവിൽ വർണ്ണങ്ങളുടെ നിറക്കൂട്ടുകളുമായി സന്ദർശിക്കുക. 2013 ഏപ്രിൽ 9 മുതൽ ഓഗസ്റ്റ് 15 വരെ ഓരോ 500 രൂപ മുകളിലുള്ള കൂപ്പണുകൾ നറുക്കെടുത്ത്
അന്നേ ദിവസം വൈകിട്ട് 6 മണിക്ക് വിജയ്ക്ക് കളർ TV സമ്മാനമായി നൽകുന്നു. നീലങ്കാവിൽ ഏജൻസീസ്, പെയിൻ പ്ലാസ, 4 കൂടിയ സെന്ററിന് വടക്കുവശം, പെരിങ്ങോട്ടുകര. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടുകൂടിയ പെരിങ്ങോട്ടുകരയിലെ പ്രമുഖ പെയിന്റിംഗ് വിൽപ്പന കേന്ദ്രം. ഫോൺ 0487 267 6888. മൊബൈൽ 9496 085433. അറിവിന്റെ വിസ്മയവുമായി ശ്രേയസ് പുതിയ അധ്യയന വർഷത്തിലേക്ക്. വിദ്യാധനത്തിന്റെ വിശ്വാസ്യത, ആത്മാർത്ഥമായ അധ്യാപനത്തിലൂടെ റെഗുലർ ട്യൂഷൻ ബാച്ചുകൾ ഏപ്രിൽ 1 ആരംഭിക്കുന്നു. 5 മുതൽ 10 വരെയുള്ള സ്റ്റേറ്റ് CBSE ബാച്ചുകൾ ചേർപ്പ് തൃപ്രയാർ ബ്രാഞ്ചുകളിൽ ഏപ്രിൽ 1 മുതൽ. +1, +2 സയൻസ് കോമേഴ്സ് ബാച്ചുകൾ. PSC ബാച്ചസ് ഫോർ LDC HSA സെറ്റ് 2013. മാസം തോറും മാതൃകാ പരീക്ഷകൾ, മോട്ടിവേഷൻ സെമിനാറുകൾ, സുദൃഢമായ അധ്യാപക രക്ഷാകർതൃബന്ധം. കൂടാതെ ശ്രേയസിന്റെ അധ്യാപക ഗവേഷണ വിഭാഗം മെനഞ്ഞെടുക്കുന്ന നൂതന ബോധന തന്ത്രങ്ങൾ. ഇത്തരം കഠിന പരിശീലനങ്ങളിലൂടെ നിങ്ങളുടെ കുട്ടിക്കും വിജയിക്കാതിരിക്കാനാവില്ല. ശ്രേയസ് അക്കാദമി, റിലീഫ് കോംപ്ലക്സ്, പൂച്ചനിപ്പാടം റോഡ്, പെരുമ്പിളിശ്ശേരി. ബ്രാഞ്ചസ് നിർമാല്യം ബിൽഡിംഗ്, ഗവൺമെന്റ് ഹൈസ്കൂളിന് മുൻവശം, ചേർ, ടെമ്പിൾ റോഡ്, തൃപ്രയാർ. ഫോൺ 0487 321 2126. മൊബൈൽ 9946 209711. മെഡിക്കൽ ക്യാമ്പ് ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. കതീജുമ, വണ്ടിയിൽ സ്ഥലമുണ്ട്, വേണേ കയറിക്കോളി. ക്യാമ്പിൽ ഇന്ന് മരുന്ന് ഫ്രീ ആണെന്ന്. മായിൻകുട്ടി, ഈ കണ്ട പ്രായത്തിനിടയില് നമ്മള് കൊറേ ക്യാമ്പ് സർക്കസ് ഒക്കെ കണ്ടിട്ടുള്ളതാ. നീ KC മോഹനം വൈദ്യരുടെ വയനാടൻ പച്ചമരുന്ന് ചികിത്സാ കേന്ദ്രത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്നാലേ ഈ വയനാടൻ പച്ചമരുന്ന് ചികിത്സാ കേന്ദ്രത്തിലേക്ക് ഒരു പ്രാവശ്യം പോയാ പിന്നെ ഈ ക്യാമ്പും വേണ്ട, ഓസിന് മരുന്നും വേണ്ട. അതേനേ, നമ്മുടെ കിഴക്കേലെ രാഘവൻ ഒരു വശം തളർന്ന് കിടന്ന് കിടപ്പായി പോയില്ലേ? വയനാടൻ പച്ചമരുന്ന് ചികിത്സാ കേന്ദ്രത്തിലെ മരുന്ന് കഴിച്ച പിന്നെ ഓന്തേ വീണ്ടും നടക്കാൻ തുടങ്ങി. ഉളുക്കുവെട്ട്, അപ്പം വെക്കൽ, കിഴിവെക്കൽ, അങ്ങനെ ഒരുപാട് പാരമ്പര്യ ചികിത്സാ രീതികൾ ഇവിടെ നിങ്ങൾക്ക് ലഭ്യമാണ്. KC മോഹനൻ വൈദ്യർ, വയനാടൻ പച്ചമരുന്ന് ചികിത്സാ കേന്ദ്രം, പോളി ജംഗ്ഷൻ, ടെമ്പിൾ റോഡ്, തൃപ്രയാർ, വലപ്പാട് PO, തൃശൂർ.